ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ, പ്രത്യേകിച്ച് ജോക്കുവിന്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ അതായത് 2024-25 വർഷത്തെ ഗ്രീൻ ഒളിമ്പ്യാഡ് എക്സാമിൽ ജോക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. എക്സാം കഴിഞ്ഞ വർഷമാണ് നടന്നത്, പക്ഷെ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. പക്ഷെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴായിട്ട് വന്നത്. അപ്പോൾ ഈ വർഷം അവർ സ്കൂൾ ചേഞ്ചായി. അപ്പോൾ പഴയ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ രണ്ടുപേർക്കുണ്ട് കേട്ടോ. എല്ലാ വർഷവും ജോക്കു ഗ്രീൻ ഒളിമ്പ്യാഡ് എക്സാമിന് പങ്കെടുക്കാറുണ്ട്, നല്ല മാർക്കും സ്കോർ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ജോക്കുവിന്റെ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് കേട്ടോ എർത്ത്, സ്കൈ, എൻവയോൺമെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ഒക്കെ അവന് ഭയങ്കര ഇൻട്രസ്റ്റും ആണ്. അപ്പൊ ഇത്തരം ടോപ്പിക്സുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ആയാലും കോമ്പറ്റീഷൻ ആയാലും ഒക്കെ അവൻ പങ്കെടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എൻകറേജ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളെത്തി. മുമ്പ് പഠിച്ച സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള നമ്മുടെ ഫീലിങ്സ് പറയണ്ടല്ലോ. അപ്പൊ ജോക്കും ആൾട്ടി അങ്ങനെ ഒരു ഫീലിങ്സ് കൂടെയായിട്ട് ഇപ്പൊ കടന്നു പോകുന്നത്. സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നപ്പോൾ തന്നെ ജോക്കും ആൾട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ എക്സൈറ്റ്മെന്റും എല്ലാം കൂടി ഒരു മിക്സഡ് ഫീലിങ്സിൽ കൂടെ ആയിട്ട് രണ്ടുപേരും കടന്നുപോയത്. അത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവരുടെ ഒരു ഫീലിങ്സ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ രണ്ടുപേരും മുൻപ് പഠിച്ച ക്ലാസ് റൂമൊക്കെ പോയി കണ്ടു, കുറച്ചു നേരം അവിടേക്ക് ചുറ്റി നടന്നു. അങ്ങനെ നമ്മള് ജോക്കുവിന്റെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് മിസ്സാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പൊ മിസ്സിന്റെ ക്ലാസ് റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മിസ്സിനെ മീറ്റ് ചെയ്തു, മിസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. ജോക്കുന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പം ഞങ്ങളും ഹാപ്പി, എന്താ പറയുക, ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ മാൾട്ടി ജോക്കുവിന്റെ സർട്ടിഫിക്കറ്റ് കാര്യമായിട്ട് വായിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ജോക്കുവിന് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അവന്റെ സർട്ടിഫിക്കറ്റ് ആണല്ലോ. അപ്പൊ അത് മാൾട്ടിക്ക് കൊടുക്കാനുള്ള ഒരു കുഞ്ഞു മടി. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ജോക്കുവിന്റെ കഴിഞ്ഞ വർഷത്തെ ഫ്രണ്ട്സിനെ കണ്ടു, അവരോടൊക്കെ വർത്താനം വിശേഷമൊക്കെ പറഞ്ഞതേ. അത് കഴിഞ്ഞ് മാളൂട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. അപ്പൊ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ മാൾട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചറെ കാണണം എന്ന് ആഗ്രഹമായി. അപ്പൊ ഞങ്ങളിതേ മിസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. ജോക്കുനും മാൾട്ടിക്ക് രണ്ട് ടീച്ചർമാരെയും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ അവർക്കും, ഭയങ്കര കാര്യമായിരുന്നു രണ്ടുപേരെയും. അപ്പൊ അതിന്റെ ഒരു സ്നേഹമായിട്ട് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ മിസ് വന്നു. അപ്പൊ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, പുതിയ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അത് കഴിഞ്ഞത് ജോക്കും ആളും അവിടെ കുറെ നേരം കുട്ടികൾ കളിക്കണതൊക്കെ നോക്കി നിന്നു. അങ്ങനെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഉച്ച നേരത്താണ് ഇവിടെ വന്നത്, അത് കാരണം നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫുഡ് എന്തായാലും കഴിക്കണം. അപ്പൊ അതിന് മുന്നേ അതിന് കാറ് വർക്ക്ഷോപ്പിൽ ഒന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചിരുന്ന വർക്ക്ഷോപ്പിന് അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കയറാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി കാറ് കൊടുക്കാനായിട്ട് വർക്ക്ഷോപ്പിൽ പോവാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പ് ഇവിടെ ബർവ വില്ലേജിലാണ് കാറ് കൊടുത്തത്. അപ്പൊ ഞങ്ങൾ അതിനടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു, കാലിക്കറ്റ് ടേസ്റ്റ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ കയറി കേട്ടോ. അപ്പൊ ഞാനും ചോക്കും കൂടിയിട്ട് ഒരു ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. പിന്നെ സ്വത്തിനും ആൾട്ടിക്കും നോർമൽ മീൽസ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചട്ടിച്ചോറ് ഞാനും ചോക്കും കൂടി ഷെയർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പായസം പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ജോക്കുനും മാൾട്ടിക്കൊക്കെ എക്സ്ട്രാ അവർ കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കാറിന്റെ വർക്ക് അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പൊ ആ സമയം നമുക്ക് തൊട്ടടുത്ത് തന്നെ സെന്റർ പോയിന്റും മാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, നടന്നു പോകുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ നിന്ന് കയറി നോക്കാം. ജോക്കുന് ഡ്രസ്സ് മേടിക്കണം എന്ന് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പൊ അവനുള്ള ഡ്രസ്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മേടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിത് അങ്ങോട്ട് പോയിട്ടോ. അവിടെ കയറിയപ്പോൾ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫൺ വില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഒരു കളിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ മാൾട്ടി ഓടി വന്ന് അപ്പോഴും പറയണം അവിടെ കയറണം എന്നൊക്കെ പറയണതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ അവിടെ കയറി കഴിഞ്ഞാൽ എന്തായാലും സമയം എടുക്കും, പെട്ടെന്നൊന്നും ഇവര് ഇറങ്ങില്ല. അപ്പൊ അത് കാരണം സ്വത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് ഇവിടെ കയറാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ സെന്റർ പോയിന്റിലേക്ക് പോയിട്ടോ. എപ്പോൾ ഡ്രസ്സ് മേടിക്കാൻ പോയാലും ജോക്കുന് വാങ്ങാൻ പോയാലും മാൾട്ടിക്ക് വാങ്ങാൻ പോയാലും മാൾട്ടിക്ക് എന്നിട്ട് എപ്പോഴും ഡ്രസ്സ് കിട്ടാറ്. ജോക്കുന് ഡ്രസ്സ് കിട്ടൽ വളരെ കുറവാണ്. ഒന്നെങ്കിൽ സൈസ് ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ഡിസൈനോ ഒന്നും സെറ്റ് ആവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ജോക്കുന് എപ്പോഴും എടുക്കാൻ നമുക്ക് കിട്ടാറില്ല. എന്താ പറയാ, പക്ഷെ മാൾട്ടിക്ക് ആണെങ്കിലും എടുക്കണ്ടെന്ന് വിചാരിച്ചു പോയാലും ചിലപ്പോൾ കാണുമ്പോൾ ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മളത് എടുത്തു പോരും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങൾ കുറെയൊക്കെ നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല. അപ്പൊ ആ നേരം മാൾട്ടിയും ചോക്കും പിന്നെ സ്ഥിരം കലാപരിപാടികൾ, അവരുടെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ആ സമയമൊക്കെ എൻജോയ് ചെയ്ത് നടന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സെന്റർ പോയിന്റിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോം ആക്സസറീസും ഫർണിച്ചറൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ് കണ്ടു. അവിടെ കുറെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, എന്തെങ്കിലും നമുക്ക് വീട്ടിലേക്കുള്ളത് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് കയറി കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഷോപ്പായിരുന്നു കേട്ടോ. കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഓരോ ഐറ്റംസിന്റെ. അപ്പൊ ഞങ്ങളിത് വീട്ടിലേക്കുള്ള 1-2 ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഷോപ്പിലെ ഐറ്റംസും മൊത്തത്തില് ഷോപ്പും ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി കണ്ടു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള കുറെ പ്രൊഡക്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് പിന്നെ മാക്സിലേക്കാണ് കേട്ടോ. അപ്പോൾ മാക്സിൽ ഇതേ കുറേ ഐറ്റംസ് ഒക്കെ നോക്കി അവിടെ നിന്ന് 1-2 ഐറ്റം ഇതുപോലെ തന്നെ നമ്മൾ മേടിച്ചു. അങ്ങനെ നമ്മളിതേ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ വന്നിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ജോക്കും മാൾട്ടി ഇടയ്ക്കൊക്കെ ഫൺവില്ലയിൽ കയറുന്ന കാര്യം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേഗം പോവാം, നമുക്ക് ഫൺവില്ലയിൽ കയറാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് പോവാന്ന് പറയുന്ന കാരണം പിന്നെ നമുക്ക് അവിടെ സാവകാശം നോക്കാനും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ച് നമ്മളിതേ മാക്സിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ ഇപ്പോൾ. അപ്പൊ അതിനിടയിൽ ജോക്കും മാൾട്ടി അവിടെ കണ്ട 1-2 ടോയ്സും കാര്യങ്ങളൊക്കെ അപ്പോഴും വാങ്ങാനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അതൊന്നും എടുത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് ടോയ്സ് ഒക്കെ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം പിന്നെ അവിടെ നിന്ന് വേറെ ഒന്നും എടുക്കാനൊന്നും പോയില്ല. അങ്ങനെ നമ്മളിതേ മാക്സിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ഫൺവില്ലയിലേക്കാണ്. അങ്ങനെ നമ്മളിത് ഫൺവില്ലയിൽ എത്തിയിട്ടോ. അപ്പോൾ സത്യത്തിൽ അത്യാവശ്യം ലേറ്റ് ആയി നമ്മള്. അപ്പൊ അത് കാരണം ഇനിയിപ്പോ ഇന്ന് വേണ്ട, നമുക്ക് പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സമ്മതിക്കണില്ല കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒന്ന് കയറി നോക്കാം എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കാന്ന് വിചാരിച്ച് കയറിയപ്പോൾ അവിടെ പേയ്മെന്റ് ഉണ്ട്, പിന്നെ ഇത്ര ടൈമിനാണ്. അപ്പൊ അത്രയും ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് ഇന്നില്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് വേറൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ജോക്കും മാൾട്ടിക്കൊക്കെ വിഷമമായി, കുറെ നിർബന്ധിച്ചു അവര്. പക്ഷെ നമ്മുടെ സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറെ പറഞ്ഞ് പ്രോമിസൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ചിട്ടാണ് പിന്നെ അവിടുത്തെ പോകുന്നത്. എന്നിട്ട് മാൾട്ടിക്ക് ഒരു സമാധാനം ഇല്ലാണ്ട് ഒരു ഐറ്റത്തിൽ അവള് കയറി വെറുതെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കാർ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ മാൾട്ടി കുറച്ച് പണക്കത്തിലാണ്, അതാണ് കേട്ടോ അപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.